സ്വാഭാവികമായിട്ടും 15-ാം തീയതി അസംബ്ലി വരുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു വലിയ പ്രക്ഷോഭം അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു ക്യാമ്പയിൻ LDFിൻ്റെ ഭാഗത്തുണ്ടാവും. എങ്ങനെ നേരിടും അതിനെ? ഞങ്ങൾ നേരത്തെ പറഞ്ഞ കാര്യകാരണ സഹിതം നേരിടും. പങ്കെടുക്കും രാഹുൽ മാങ്കൂട്ടത്തിൽ? ഞാൻ ചോദിച്ചിട്ടില്ല, ആലോചിച്ചിട്ടില്ല, ഞാനുമായിട്ട് ആലോചിച്ചിട്ടില്ല. അല്ല, അങ്ങനെ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിന് തടസ്സമൊന്നുമില്ല. പങ്കെടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത്ര എളുപ്പമായിരിക്കില്ലല്ലോ അതിന് ഡീൽ. അതെന്താ അതിൻ്റെ അർത്ഥം? നിങ്ങൾ എന്താ അതിൻ്റെ ഉദ്ദേശിക്കുന്നത്? എന്താ അദ്ദേഹത്തിന് അവകാശമില്ലേ? എന്താ അദ്ദേഹത്തിനുള്ള യോഗ്യത? ഞാൻ കൃത്യമായി പറയാം. മുകേഷിന് പങ്കെടുക്കാൻ രാഹുലിന് പങ്കെടുക്കുന്നതിന് എന്താ കുഴപ്പം? ഇപ്പോൾ താങ്കൾ പേര് പറഞ്ഞു നേരത്തെ, എന്നെ കൊണ്ട് പറയിച്ചു, വിജയം പറയിച്ചു. അത് ആ രീതിയിൽ തന്നെ നേരിടും. നിയമസഭയിൽ നേരിടേണ്ട രീതിയിൽ നേരിടേണ്ട. ഇപ്പോൾ ഷാവിയെ തടയാൻ ശ്രമിച്ചവർ പുറകോട്ട് പോയല്ലോ. നേരിടേണ്ട രീതിയിൽ നേരിടും. വൈകിയാണെങ്കിലും കോൺഗ്രസ് നേതൃത്വം പൊതുജന അഭിപ്രായം അല്ലെങ്കിൽ സാധാരണക്കാരന്റെ മനസ്സ്, കോൺഗ്രസ് പ്രവർത്തകരുടെ മനസ്സ്, കോൺഗ്രസിനെ പിന്തുണക്കുന്നവരുടെ മനസ്സ്, കോൺഗ്രസിന് സപ്പോർട്ട് നൽകുന്നവരുടെ മനസ്സ്, അത് കോൺഗ്രസ് നേതൃത്വം ഇച്ചിരി വൈകിയാണെങ്കിലും അത് തിരിച്ചറിയുകയാണ് എന്നുള്ളതാണ്. ഇപ്പോ കാര്യങ്ങൾ വീണ്ടും മാറി മറിയുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വന്നിരിക്കുന്ന ആരോപണങ്ങൾ കഴമ്പില്ല എന്ന് മാത്രമല്ല, അത് വെറും ആരോപണങ്ങൾ മാത്രമാണ് എന്നുള്ളത് കൊണ്ടും, അതുകൊണ്ടാണല്ലോ ആരും പരാതിപ്പെടാൻ നേരിട്ട് തയ്യാറാവാത്തത്. അതുകൊണ്ടാണല്ലോ പിണറായി വിജയന്റെ പോലീസിന് പരാതി അന്വേഷിച്ചിറങ്ങേണ്ട ഒരു അവസ്ഥ ഉണ്ടായത്. എന്താണെങ്കിലും ഈ രാഹുൽ മാങ്കൂട്ടത്തിലെ വിഷയത്തിൽ മൊത്തത്തിൽ ഒരു പൊതുസമൂഹത്തിൽ അല്ലെങ്കിൽ പൊതുജന അഭിപ്രായം എന്ന് പറയുന്നത് രാഹുൽ അങ്ങനെ മാറി നിൽക്കേണ്ട ഒരു വ്യക്തിയല്ല എന്നുള്ളതാണ്. അത് പലതരത്തിൽ പല ഇടങ്ങളിൽ പല മേഖലകളിൽ പ്രവർത്തിക്കുന്നവരുടെ അഭിപ്രായങ്ങൾ ഇങ്ങനെ പുറത്തു വരുന്ന സാഹചര്യത്തിൽ കോൺഗ്രസും അത് തിരിച്ചറിയുകയാണ്. രാഹുലിനെ മാറ്റി നിർത്തേണ്ട കാര്യമില്ല എന്ന് മാത്രമല്ല, രാഹുലിനെതിരെ ഉണ്ടായേക്കാവുന്ന പ്രതിഷേധങ്ങളോ അല്ലെങ്കിൽ ഈ ബഹളങ്ങളോ കോലാഹലങ്ങളോ എന്തൊക്കെ ഉണ്ടായാലും അതിനെ നേരിടേണ്ട രീതിയിൽ നേരിടുമെന്ന് ആർജവത്തോടു കൂടി പറയുകയാണ് KPCCയുടെ സണ്ണി ജോസഫ്. വളരെ വ്യക്തമായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യക്തമായിട്ട്. കാരണം അതിന് പല കാരണങ്ങളുണ്ട്. കാരണം കൈയില്ലാത്തവൻ, കാലില്ലാത്തവൻ, ഇവരൊക്കെയാണ് വിരലില്ല എന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ അധിക്ഷേപിക്കുന്നത്. വിരലില്ല എന്ന് പറഞ്ഞുകൊണ്ടാ. പക്ഷെ ഈ അധിക്ഷേപിക്കുന്നവർക്കോ കൈയില്ല, കാലില്ല, അങ്ങനെ അംഗവൈകല്യങ്ങൾ, പൂർണ്ണമായി അംഗവൈകല്യമുള്ള വൈകല്യമുള്ള ആളുകളാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ അധിക്ഷേപിക്കുന്നത്. അതുകൊണ്ട് ഈ വൈകല്യമുള്ളവരുടെ അധിക്ഷേപങ്ങൾ, അത് വിരലില്ല എന്ന് പറഞ്ഞ് നടത്തുന്ന ഈ അധിക്ഷേപങ്ങളെ കണക്കിലെടുക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ്. അത് അങ്ങനെ തന്നെയാണല്ലോ. അല്ലെങ്കിലും ഇത് സണ്ണി വക്കീലിന് മനസ്സിലായിട്ടുണ്ട്, കോൺഗ്രസ് നേതൃത്വത്തിന് ഇപ്പൊ പൊതുവെ മനസ്സിലായിട്ടുണ്ട് കാര്യങ്ങൾ. അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ മാറ്റി നിർത്തേണ്ട കാര്യമില്ല എന്നതിലേക്ക് കോൺഗ്രസ് എത്തിച്ചേരുകയാണ്. വളരെ നല്ല അഭിപ്രായം. കാരണം ഇത് സാധാരണ പ്രവർത്തകർ കോൺഗ്രസിന്റെ നേതൃത്വ സ്ഥാനത്തോ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ പദവികളിലോ ഇരിക്കാത്ത സാധാരണക്കാരായിട്ടുള്ള പ്രവർത്തകരുടെ ആവശ്യമാണ്. പ്രവർത്തകർ ആഗ്രഹിച്ചതുമാണ് ഇത്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ തിരിച്ചു വന്നേ മതിയാവും. കാരണം അയാളെ വേട്ടയാടിയതാണ്. അയാളെ കണ്ണിലെ കരടായിട്ട് ഇവിടെ കൊണ്ടു നടക്കാൻ തുടങ്ങിയിട്ട് അത് മാർക്സിസ്റ്റ് പാർട്ടിക്കാർ മാത്രമല്ല, സംഘികൾ മാത്രമല്ല, ഈവൻ മാധ്യമ പ്രവർത്തകർ പോലും അയാളെ കണ്ണിലെ കരടായിരുന്നു. അതുകൊണ്ട് അയാളെ വേട്ടയാടാൻ കിട്ടിയ ഒരു അവസരം അവർ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്തു എന്നതിനപ്പുറത്തേക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല. പരാതിക്കാരി അല്ലെങ്കിൽ പരാതിക്കാരി എന്ന് പറയാൻ പറ്റില്ല, പരാതിക്കാരി ഇല്ലല്ലോ. ഇവിടെ ആരോപണം ഉന്നയിച്ചവർ ഓണം ആഘോഷിക്കുന്ന തിരക്കില്ല. അവർക്ക് അത്തരത്തിൽ തെളിവുകളില്ല, പരാതിയില്ല. അവർ ഓണം ആഘോഷിക്കുകയാണ്. അവർ ഓണം ആഘോഷിക്കുക എന്ന് മാത്രമല്ല, നിങ്ങളൊന്ന് കണ്ടിട്ടുണ്ടാവും, ഇത്രയും കാലം ഈ ആരോപണം ഉന്നയിച്ച വ്യക്തിയെ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടായിരുന്നോ? സോഷ്യൽ മീഡിയയിൽ അവിടെ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു എന്നല്ലാതെ അതിനപ്പുറത്തേക്ക് ഈ പൊതുസമൂഹത്തിൽ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടായിരുന്നോ? ഇപ്പൊ അവര് നല്ല കുട്ടിപ്പാവാടയും കുട്ടിയുടുപ്പൊക്കെ ഇട്ട് നന്നായിട്ട് ഉദ്ഘാടന വേദികളിൽ, ആഘോഷ വേദികളിലൊക്കെ നിറഞ്ഞു നിൽക്കുകയാണ്. ഇത് തന്നെയായിരുന്നു അവരുടെ ആവശ്യം, അവരുടെ ഇന്റൻഷൻ ഇത് തന്നെയായിരുന്നു. അവരെന്താണോ ഉദ്ദേശിച്ചത് അവർക്ക് നേടിക്കഴിഞ്ഞു. അതിനപ്പുറത്തേക്ക് അവർ മറ്റൊരുത്തനെ ചവിട്ടി താഴ്ത്തിക്കൊണ്ട് മുകളിലോട്ട് കയറി വരണമെന്നാണ് കരുതിയത്. അത് അവർ ആഗ്രഹിച്ചത് അവർ നേടിക്കഴിഞ്ഞു. അതിനപ്പുറത്തേക്ക് മറ്റൊന്നും ഇതിന്റെ കഴമ്പില്ല. ഇതിന് ഒരു അടിസ്ഥാനമില്ലാത്ത വെറും ആരോപണങ്ങൾ മാത്രമാണ്. എന്താണെങ്കിലും സണ്ണി ജോസഫിന്റെ വാക്കുകൾ അത് മറുപടി എന്ന് പറഞ്ഞാൽ കുറിക്ക് കൊള്ളുന്ന മറുപടി തന്നെയാണ്.
ചോദിച്ച ചോദ്യത്തിനുള്ള മറുപടി എന്താണ് അയോഗ്യത? അയോഗ്യത എന്താണ്? ബലാത്സംഗ കേസുകളിൽ പ്രതിയായിട്ടുള്ളവർ ഇപ്പുറത്ത് ട്രഷറി ബെഞ്ചിൽ ഇരിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ സംരക്ഷണത്തിൽ, മുഖ്യമന്ത്രിയുടെ ചിറകിന് താഴെ അവർ ഇരിക്കുകയാണ്. അങ്ങനത്തെ ബലാത്സംഗ പ്രതികൾ ആ സഭയിൽ, ട്രഷറി ബെഞ്ചിൽ മുഖ്യമന്ത്രിയുടെ ചിറകിന് താഴെ സംരക്ഷണത്തിൽ ഇരിക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് മാത്രം എന്താണ് അയോഗ്യത? ഒരയോഗ്യതയും രാഹുൽ മാങ്കൂട്ടത്തിനില്ല. ആ ചെറുപ്പക്കാരൻ പിടിച്ചു കയറി അയാളുടെ കഴിവുകൾ കൊണ്ട്, ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചാനൽ ചർച്ചകളിൽ കോൺഗ്രസിന്റെ മുഖമായി ചാനൽ ചർച്ചകളിൽ വന്നിരുന്നു കൊണ്ട് ആ പ്രസ്ഥാനത്തെ ന്യായത്തിന്റെ ഭാഗത്ത് നിന്നുകൊണ്ട് പ്രതിരോധിച്ച വ്യക്തിയായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ പൊതുസമൂഹത്തിലേക്ക് കടന്നു വരുന്നത് അങ്ങനെയാണ്. അയാളുടെ കഴിവുകൾ, അയാളുടെ അറിവുകൾ, അയാളുടെ ആഴത്തിലുള്ള അറിവുകൾ, എന്തിനേയും ഗണ്ണിക്കാൻ കഴിയുന്ന അയാളുടെ കഴിവ്, അയാളുടെ സംസാരശേഷി, ഇതായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന യുവജന നേതാവിനെ ഇത്രയധികം സ്വീകാര്യനാക്കിയത്. ആ വ്യക്തിയെ ഇവർ തളർത്താൻ നോക്കിയിട്ട് പല കാലങ്ങളായിട്ട് നടത്തുന്ന പരിപാടിയാണ്. ആ നീലപ്പെട്ടി വിവാദമടക്കം രാഹുൽ മാങ്കൂട്ടത്തിനെ എങ്ങനെയെങ്കിലും അങ്ങ് ഇല്ലായ്മ ചെയ്യണം എന്ന് കരുതിക്കൊണ്ട് സഖാക്കൾ പുറപ്പെടുവിച്ചതല്ലേ പാലക്കാട്. അവിടെയാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ മഹാഭൂരിപക്ഷത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിച്ചു കയറുന്നത്. അപ്പോ അതിനുശേഷം ഈ ഉയർന്നു വന്ന ആരോപണത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എറിയുന്ന കല്ലുകൾ, കുറ്റം ചെയ്യാത്തവർ, പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്നുള്ളതായിരുന്നു പൊതുജനത്തിന്റെ അഭിപ്രായം. രാഹുൽ അങ്ങനെ മാറി നിൽക്കേണ്ട വ്യക്തിയല്ല എന്നുമുള്ളതും അത്തരത്തിൽ ഒരു പൊതു അഭിപ്രായം സമൂഹത്തിലുണ്ടായിരുന്നു. കോൺഗ്രസ് നേതാക്കൾ ഒരു പടി, അത് അവരുടെ ധാർമ്മികതയാണ്, അവരുടെ പൊളിറ്റിക്കൽ ലോജിക്ക് വെച്ചുകൊണ്ട്, അവരുടെ ധാർമ്മികത വെച്ചുകൊണ്ട് അവർ ഇത്തരത്തിലൊരു ആരോപണം വന്നപ്പോൾ ആ ആരോപണ വിധേയനായ വ്യക്തിയെ മാറ്റി നിർത്താൻ അവർ തയ്യാറായി. അത് പ്രശംസനീയമാണ്. അത് പ്രശംസിക്കാതെ ഒരിക്കലും പോകാൻ കഴിയില്ല. കാരണം ഈ സമീപ കാലത്ത് കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ ഇങ്ങനെ ആരോപണ വിധേയരെ ഇങ്ങനെ മാറ്റി നിർത്തുന്ന മറ്റൊരു പ്രസ്ഥാനം ഉണ്ടായിട്ടില്ല എന്നേ. ബട്ട് മാറ്റി നിർത്തിയപ്പോഴും എന്തിനാണ് മാറ്റി നിർത്തുന്നത് എന്നുള്ള ഒരു ചോദ്യം പൊതുസമൂഹത്തിൽ, കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ പൊതുജനാഭിപ്രായം ഉണ്ടായിരുന്നു. കാരണം അയാൾ കുറ്റം ചെയ്തിട്ടില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമായിരുന്നു. അങ്ങനെ ഒരു കുറ്റം ചെയ്യാത്ത ഒരു വ്യക്തിയെ ആരെങ്കിലും വന്ന് ആളാവാൻ വേണ്ടി ചെയ്ത ആരോപണത്തിന്റെ പിന്നിൽ, അതല്ലെങ്കിൽ ഇവർ ആളാവാൻ ചെയ്തതോ അല്ലെങ്കിൽ മറ്റുള്ളവർ ചെയ്യിപ്പിച്ചതോ, അത് അവിടെ നിൽക്കട്ടെ, അത് നമ്മുടെ വിഷയമല്ല. അത് ആ വിഷയത്തിലേക്ക് നമുക്ക് വേറെ വരാം. ഈ ചെയ്ത കാര്യത്തിന്റെ പേരിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്തിനു മാറി നിൽക്കണം? രാഹുൽ മാങ്കൂട്ടത്തിൽ മാറി നിൽക്കരുത്. അയാളെ പാലക്കാട് സജീവമാക്കണം. അയാളെ പാലക്കാട് മണ്ഡലത്തിൽ, അയാളുടെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ അയാളെ സജീവമാക്കണം. ഇനി അയാൾക്കെതിരെ വല്ല പ്രതിഷേധങ്ങളോ മറ്റു തരത്തിലുള്ള വല്ലതും നടക്കുകയാണെങ്കിൽ അതിന് സംരക്ഷണം ഒരുക്കാൻ പാലക്കാട് ജനതയുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പല പൊതു അഭിപ്രായങ്ങളും കണ്ടും കേട്ടും ഇരിക്കുകയാണ്. ഒരുപാടധികം പേരാണ് രാഹുലിനെ പിന്തുണച്ചുകൊണ്ട് രംഗത്തേക്ക് വരുന്നത്. അതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇത്തരത്തിൽ KPCCയുടെ പ്രസിഡന്റായ സണ്ണി ജോസഫ് പറയുന്നത്, സംരക്ഷിക്കേണ്ട രീതിയിൽ സംരക്ഷിക്കും, നേരിടേണ്ട രീതിയിൽ തന്നെ നേരിടും. എന്തിനു മടിക്കണം? അപ്പുറത്തിരിക്കുന്നവർ കയ്യും കാലും ഇല്ലാത്തവരാണ്, വിരലില്ലാത്തത് എന്ന് പറഞ്ഞ് ആരോപിക്കുന്ന ഈ ആരോപണത്തിന്റെ പേരിൽ എന്തിന് നമ്മൾ രാഹുലിനെ മാറ്റി നിർത്തണം? ഒരിക്കലും മാറ്റി നിർത്തിക്കൂടാ. ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്നത് അത് ഈ പ്രസ്ഥാനത്തിന്റെ ഒരു മുതൽക്കൂട്ടാണ്. അതിനെയാണ് ഇവർ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്നത്. അത് കാരണം എന്ന് പറയുന്നത് അത്രയധികം അക്സെപ്റ്റൻസ് യുവജനങ്ങൾക്കിടയിൽ രാഹുൽ മാങ്കൂട്ടത്തിനുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിനെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ആ സ്ഥാനത്ത് നിൽക്കാൻ മറ്റൊരാളില്ല എന്നുള്ളതാണ്. ആ സ്ഥാനത്ത് നിർത്താൻ മറ്റൊരാളില്ല. അത് ഈ പാർട്ടിക്ക് ക്ഷീണം ചെയ്യും, അത് ഈ പ്രസ്ഥാനത്തിന് ക്ഷീണം ചെയ്യും. അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ മാറ്റി നിർത്തരുത്. അയാൾക്ക് നൽകേണ്ട സംരക്ഷണവും അയാൾക്ക് നൽകേണ്ട പിന്തുണയും പാർട്ടി നൽകണം. പാർട്ടി നൽകുമെന്ന് തന്നെയാണ് KPCCയുടെ പ്രസിഡന്റ് പറയുന്നത്. ഇതിനപ്പുറത്തേക്ക് സന്തോഷകരമായ കാര്യം മറ്റെന്താണുള്ളത്? കാരണം ഇത് ഈ പൊതുജനം, സാധാരണ പ്രവർത്തകർ കുറച്ചധികം ദിവസങ്ങൾക്ക് മുമ്പ് നിങ്ങളുടെ വായിൽ നിന്ന് പ്രതീക്ഷിച്ചതാ. വരാൻ ഇത്തിരി വൈകിപ്പോയി, അത് സാരമില്ല, അതിൽ പരിഭവമില്ല. നിങ്ങൾ എന്താണെങ്കിലും താഴെയും മേലെയും നോക്കാതെ ആരോപണം വന്നപ്പോൾ അത് മാറി നിൽക്കട്ടെ കുറച്ച്.
ആരോപണത്തിൽ കഴമ്പുണ്ടോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്നത് വരെയെങ്കിലും മാറി നിൽക്കട്ടെ എന്ന് പ്രസ്ഥാനം എടുത്ത തീരുമാനം അതെന്തായെങ്കിലും ഉചിതമായ തീരുമാനം തന്നെയാണ്. ആ കാര്യത്തിലൊന്നും ഇവിടെ ഒരു തർക്കവുമില്ല കേട്ടോ. എന്താണെങ്കിലും സണ്ണി ജോസഫിന്റെ വാക്കുകൾ അത് പ്രതീക്ഷ നൽകുന്നതാണ്. കാരണം ഇത്തരത്തിൽ കഴിവുള്ള എല്ലാ അർത്ഥത്തിലും യോഗ്യനായ ഒരു വ്യക്തിയെ മാറ്റി നിർത്തേണ്ട ഒരു കാര്യവുമില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ തിരിച്ചു വരണം. അയാൾ തിരിച്ചു വന്നേ മതിയാകൂ. അതിനുവേണ്ട പിന്തുണ പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ നിന്ന്. കാരണം അയാൾ ഈ പ്രസ്ഥാനത്തെ പ്രതിരോധിക്കുന്ന കൂട്ടത്തിൽപ്പെട്ടതാണ്. മെറിറ്റുകൾ മുൻനിർത്തിക്കൊണ്ട്, ന്യായങ്ങൾ മുൻനിർത്തിക്കൊണ്ട് ഈ പ്രസ്ഥാനത്തെ വേട്ടയാടാൻ പലരും പല രീതിയിൽ ശ്രമിച്ചപ്പോ അയാൾ മുന്നിൽ നിന്ന് നയിച്ചിട്ടുണ്ട്. ഈ പ്രസ്ഥാനത്തെ പൊതുജനങ്ങൾക്കിടയിൽ ഈ പ്രസ്ഥാനത്തിന്റെ അഭിപ്രായങ്ങൾ പറയാൻ, ഈ പ്രസ്ഥാനം ആഗ്രഹിക്കുന്ന രീതിയിലുള്ള മറുപടി പറയാൻ അയാൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അയാൾക്ക് എതിരെ ഇത്തരത്തിൽ കഴമ്പില്ലാത്ത ആരോപണങ്ങൾ വരുമ്പോൾ അയാളെ കൂടെ നിർത്തേണ്ടത് ഈ പ്രസ്ഥാനത്തിന്റെ ഒരു ബാധ്യതയ്ക്കപ്പുറം ഒരു കടമയാണ്. ആ കടമ കോൺഗ്രസ് നേതൃത്വം നിർവഹിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ആ പ്രതീക്ഷയ്ക്ക് വക തരുന്ന വാക്കുകളാണ് സണ്ണി ജോസഫിന്റെ വായിൽ നിന്നും കേൾക്കുന്നത്. ഇതിലപ്പുറം സന്തോഷം മറ്റെന്തുണ്ട്?